സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് ഒഡീഷ, ആന്ധ്ര തീരം തൊടും. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ ഒപ്പം അലി അക്ബർ ഷായാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണ്? തിരുവനന്തപുരത്ത് മഴ കാര്യമായിട്ടുണ്ടോ രാവിലെ? ഗുഡ് മോർണിംഗ് റോഷ്നി, കീർത്തന. രാവിലെ എന്തായാലും തലസ്ഥാനത്ത് മഴ മാറി നിൽക്കുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ വെയിലടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശക്തമായ മഴയാണ് തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വരുന്ന 3 മണിക്കൂർ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ഇടവിട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ മുഴുവൻ അലേർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 9 ജില്ലകൾക്കാണ് നിലവിൽ അലേർട്ട് നൽകിയിട്ടുള്ളത്. അതിലൊന്ന് 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് യെല്ലോ അലേർട്ടുകളാണ്. യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുള്ളത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും നൽകിയിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ 9 ജില്ലകൾക്കാണ് ഇന്ന് നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത്. പക്ഷേ 3 മണിക്കൂറത്തേക്ക് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നും നാളെയുമായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. അതുകൊണ്ട് പൊതുജനം ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. മറ്റൊന്ന്, കടലാക്രമണം, കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിൽ 29 വരെ കേരള തീരത്തും ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഈ കടലേറ്റ സമയത്ത് മാറി താമസിക്കാൻ സന്നദ്ധരാകണം. അങ്ങനെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നൽകുന്നുമുണ്ട്. രാവിലെ ഞാൻ ഉള്ളത് ശംഖുമുഖം തീരത്താണ്. ശംഖുമുഖം തീരത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചിലരൊക്കെ വന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കടൽ തീരത്തിന് സമീപത്തായി തന്നെ. രാവിലെ എന്തായാലും ഇപ്പോൾ കടൽ വലിയ ആക്രമ സ്വഭാവത്തിലേക്ക് എത്തിയിട്ടില്ല, ശാന്തമാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ അതിശക്തമായ കാറ്റും അതുപോലെ തന്നെ ഈ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് കടലാക്രമണത്തിനുള്ള സാധ്യത കൂടി കൽപ്പിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ അല്പം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വെള്ളക്കെട്ട് നമ്മൾ കണ്ടതാണ്. വെള്ളക്കെട്ടിൽ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ്. ഇന്ന് രാവിലെ മുതൽ എന്തായാലും തലസ്ഥാനത്ത് മഴ മാറി നിൽക്കുകയാണ്. റോഷ്നി. ശരി, അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരെ നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. അലി അക്ബർ ഷാ ചേരുന്നു. അലി, വടക്കൻ കേരളങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടതുള്ളത്. ഈ മധ്യ കേരളത്തിലൊക്കെ അവസ്ഥ എങ്ങനെയാണ്? കൊച്ചിയിൽ ഇപ്പോൾ മഴയുണ്ടോ? റോഷ്നി ആൻഡ് കീർത്തന, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഇന്നലെ രാത്രി തുടർച്ചയായ മഴയായിരുന്നു. ഇന്ന് പുലർച്ചെ വരെ മഴയായിരുന്നു. ഇപ്പോഴത്തെ ചെറിയൊരു ശമനം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ശക്തമായ കാറ്റ് ഉണ്ട്. ഈ അശ്വിൻ പറഞ്ഞതുപോലെ ശക്തമായ കാറ്റും അതുപോലെ ഇടിമിന്നലോട് കൂടിയ മഴയുമാണ് മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ ഉള്ളത്. എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടി രാത്രിയിൽ ശക്തമായ മഴയായിരുന്നു മലയോര മേഖലകളിൽ ഉൾപ്പെടെ തുടർന്നത്. നമ്മളിപ്പോൾ നിൽക്കുമ്പോഴും ശക്തമായ കാറ്റുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് കരുതുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളാണ്. അവിടങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് രാത്രിയിലെല്ലാം തന്നെ. സ്വാഭാവികമായും എല്ലാ മഴക്കാലത്തും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എറണാകുളത്തിന്റെ തീരദേശ മേഖലകളിലായിരിക്കും. ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. കണ്ണമാരി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ കടലേറ്റം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്നും ആളുകളോട് സുരക്ഷിതരായിരിക്കാനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ വലിയ രീതിയിൽ അവിടെ വെള്ളം കയറാറുണ്ട് ഈ കണ്ണമാരിയിലെ വീടുകളിലൊക്കെ തന്നെ. അതുകൊണ്ട് അവിടങ്ങളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ എന്തെങ്കിലും അപകട സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നമുക്കറിയാം, ഈ മഴക്കാലത്തിന് മുൻപ് കൃത്യമായി തന്നെ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലം എന്തായാലും നഗരപ്രദേശങ്ങളിൽ കാണാനുണ്ട്. വലിയ വെള്ളക്കെട്ടുകളൊന്നും എവിടെയും തുടരുന്നില്ല. ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായാലും ഉടൻ തന്നെ അത് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ റോഡ് പണി നടക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ചെറിയ തോതിലെങ്കിലും വെള്ളക്കെട്ടുകൾ തുടരുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിൽ മഴ തുടരുകയാണ്. ചെറിയൊരു ശമനം മാത്രമേ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും ശക്തമായ കാറ്റ് ഇപ്പോഴും തുടരുകയാണ്. റോഷ്നി. ശരി, അലി അക്ബർ ഷായും അശ്വിൻ ഡിയാഗോയുമാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.